Hi friends, welcome back to Rasfi's kitchen. ഞാനിന്ന് വന്നിട്ടുള്ളത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഉന്നക്കായുടെ റെസിപ്പിയുമായിട്ടാണ്. ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന റെസിപ്പിയും കൂടെ ആയിരിക്കും. പക്ഷേ ഞാൻ ഇതിൽ തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ പഴയ കാലങ്ങളിൽ എങ്ങനെയാണ് ഉന്നക്കായ ഉണ്ടാക്കി എടുത്തിരുന്നത് ആ ഒരു രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ നേന്ത്രപ്പഴമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 നേന്ത്രപ്പഴമാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് കളഞ്ഞെടുക്കാം. ഇതിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ നാരുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് എടുത്ത് കളയാം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. 2 പീസാക്കിയിട്ട് മാറ്റിയതിന് ശേഷം ആ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ ബ്ലാക്ക് കളറിലുള്ള ഒരു സീഡ്സ് ഒക്കെ കാണുമല്ലോ. അപ്പോൾ അത് നമുക്കങ്ങ് എടുത്ത് കളയണം. എന്താ വെച്ചാൽ എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉന്നക്കായക്ക് വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കുന്ന ടൈമിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും, അതിൻ്റെ നാരുകളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പുഴുങ്ങിയിട്ട് എടുത്ത് കളയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ അങ്ങ് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാത്തിൻ്റെ ഇതേപോലെ അങ്ങ് ബ്ലാക്ക് സീഡ്സ് എടുത്ത് കളയാം. ഇപ്പം ബാക്കിയുള്ള എല്ലാ പഴങ്ങളും ഇതേപോലെ അങ്ങ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. എൻ്റെ കയ്യിൽ സ്റ്റീമറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ താഴെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിന് മുകളിൽ ഇതേപോലുള്ളൊരു ഓട്ടപാത്രം വെച്ചതിന് ശേഷം അതിൽ ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ട് അങ്ങ് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ടൊക്കെ ഇതങ്ങ് പുഴുങ്ങി കിട്ടും. ഇനി ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു മൂടി ഉപയോഗിച്ചിട്ട് അങ്ങ് മൂടി വെച്ചാൽ മതി. എന്നിട്ട് 3-4 മിനിറ്റ് അങ്ങ് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കാവും. ഇനി അതൊന്ന് തയ്യാറായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലോട്ട് അങ്ങ് ഒടിച്ചു വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഷുഗറാണ്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഷുഗറൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ആ ഷുഗർ നന്നായിട്ട് അങ്ങ് അലിഞ്ഞ് വരണം അതിൽ കിടന്നിട്ട്. അപ്പം നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നങ്ങ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് മിക്സ് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു നെയ്യ് ആഡ് ചെയ്യുന്ന ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വേണമെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ റോസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ലാസ്റ്റ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ അങ്ങ് ചിക്കി എടുത്താൽ മതി. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പം എഗ്ഗ് ഏകദേശം ഒരു വേവായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും 2 ടേബിൾ സ്പൂൺ തന്നെ കിസ്മിസും അങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് ഇതിലിട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എഗ്ഗ് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം, ഒന്ന് തണുത്ത് വരുന്നവരെ. അപ്പോഴേക്കും നമ്മുടെ പഴം എന്തായിട്ടുണ്ടെന്നുള്ളത് നോക്കാം. ഇനി നമുക്കിതൊന്നങ്ങ് തുറന്ന് നോക്കാം. അപ്പോൾ പഴം ഏകദേശം വേവായിട്ടുണ്ട്, നല്ലപോലെ അങ്ങ് പുഴുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊരു ബൗളിലോട്ട് അങ്ങ് മാറ്റിയെടുക്കാം. എന്നിട്ട് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ അങ്ങ് ഉടച്ചെടുക്കണമായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ ആ ഒരു പഴം ഒരു ബൗളിലോട്ട് അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പഴം ഇതേപോലെയാണ് അങ്ങ് ഉടച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്നങ്ങ് മാറ്റി വെക്കാം, ഒന്ന് തണുത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും എടുത്തിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്നങ്ങ് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള പഴത്തിൽ നിന്ന് ചെറിയൊരു ബോൾസ് എടുത്തിട്ട് ഇതേപോലെ അങ്ങ് കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി എടുത്തിട്ട് ആ ഒരു ബോൾസിൻ്റെ മുകളിൽ ഒന്നും കൂടി ഇതേപോലെ അങ്ങ്
ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ടീസ്പൂണാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ വെക്കാം, നമ്മുടെ ഉന്നക്കായുടെ വലുപ്പത്തിനനുസരിച്ചിട്ടിരിക്കും. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു സെൻറ്റർ സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ ആ ഒരു പഴത്തിൻ്റെ കവറിങ് ആയിട്ട് ഇതേപോലെ അങ്ങ് കവർ ചെയ്തെടുത്താൽ മതി. എല്ലാ ഭാഗവും ഇതേപോലെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ഹോൾസൊക്കെ വരാമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ എണ്ണ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് നല്ലപോലെ ക്ലിയർ ചെയ്തെടുക്കുക ഇതേപോലെ. എന്നിട്ട് കയ്യിലിട്ടിട്ട് ഇതേപോലെ അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഉന്നക്കായ തന്നെ നല്ല ഷേപ്പിലുള്ള ഉന്നക്കായ കിട്ടും. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഉന്നക്കായ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും തയ്യാറാക്കി എടുത്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ബാക്കി വന്നിട്ടുള്ളതും ഇതേപോലെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ആ ഒരു പഴം കൊണ്ട് 10 ഉന്നക്കായാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു പാനിൽ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഏകദേശം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ഉന്നക്കായ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലൊരു 2 3 ഇട്ടിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ എല്ലാ ഭാഗവും 2 സൈഡും അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഉന്നക്കായ ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് അങ്ങ് കോരിയെടുക്കുകയാണ്. അത് ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ഒരു കളറിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതേപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ ഉന്നക്കായ ഇതേപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഗ്ഗൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസുമായി വരുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.